പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. 2025 പിറന്ന് 2025 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2025 എന്ന് പറഞ്ഞാൽ 9 എന്ന സംഖ്യ ആണ്. 5 4 9. 9 എന്ന സംഖ്യാജ്യോതിഷപ്രകാരം ചൊവ്വ എന്ന ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. മുംബൈൻ്റെ ഗ്രഹം ചൊവ്വയാണ്. ഇനി ഈ കൊല്ലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2025 മെയ് 13 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുൻ രാശിയിലേക്ക് മാറുന്നു. മാർച്ച് 29 ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് വരുന്നു. രാഹുകേതുക്കൾ ഏപ്രിൽ 19 രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വരുന്നത്. കേതു കനിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ കാളസർപ്പയോഗം ഇതെല്ലാം ഈ വർഷം ഉണ്ടാകുന്നതാണ്. മെയ് 19 മുതൽ ജൂൺ 6 വരെ കാളസർപ്പയോഗമുണ്ട്. എല്ലാ ഗ്രഹങ്ങളും രാഹുകേതുക്കളുടെ ഇടക്കായി പോവാം. 2020 21 22 ഇത് വന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൊറോണ ബാധിച്ച കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു കുറച്ച് സമയം എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ അവസാനം പറയാമല്ലോ. ഓരോ പ്രവചനവും ഇതിൻ്റെ ഈ കൊല്ലം എന്തെല്ലാം ഉണ്ടാകുന്നുള്ളത് കാലാവസ്ഥയെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റി യുദ്ധത്തിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നു. അവസാനം വരെ വീഡിയോ കാണുക. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഓരോ കൂറുകാർക്കും ഉള്ള ഫലങ്ങൾ എന്താണ് ആദ്യമായിട്ട് പറയുന്നത് മേടക്കൂറ്. അത് അശ്വതിയും ഭരണിയും കാർത്തികക്കാലും വരുന്ന മേടക്കൂറുകാർക്ക് ഈ മെയ് 13 വരെ നല്ല സമയമാണ്. അതായത് ശനി 11 വ്യാഴം 2 നിൽക്കുന്നത്. മെയ് 13 വ്യാഴം 3 പോന്ന്. അതുപോലെ തന്നെ കണ്ടകശനി ഏരശനി തുടങ്ങുന്നു. ശനി 12 വരുന്നത് അത് ഏരശനിയെ തുടക്കാം. പൊതുവേ ഇവർക്ക് ഇക്കൊല്ലം ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം. മെയ് 13 വരെ നല്ലതും അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാലം പ്രയാസമുണ്ടാകും. ഇവർ ഭഗവതിയെ ക്ഷേത്രത്തിൽ പോവുക, ഭഗവതിക്ക് പുഷ്പാഞ്ജലി ഇതൊക്കെ കഴിക്കുക, ശിവക്ഷേത്രത്തിൽ പോവുക, ശിവന് സാര ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് അടുത്തത് കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൽ അരയും ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ പറ്റി പറയുന്നത് ഏറ്റവും നല്ല വർഷമായിരുന്നു ഇടവക്കൂറിന്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചോടെ 2 വ്യാഴവും 11 ശനിയും അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ നല്ല സ്ഥാനത്ത് വരുന്നുണ്ട്. ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് ഈ കൊല്ലം ഈ പറഞ്ഞ ഇടവക്കൂറുകാർക്കാണ്. ഒരുപാട് പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരും. ഇവരെന്ത് വിചാരിക്കുന്നതൊക്കെ നടക്കും. എല്ലാ കാര്യങ്ങളിലും ഏത് സ്ഥാനമാനങ്ങളും എല്ലാം ഇവർക്ക് കിട്ടും. വ്യാഴം മറ്റു ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. വ്യാഴം 13-ാം തീയതി മിഥുൻ രാശിയിൽ പോകുന്ന ഒക്ടോബർ 18 വീണ്ടും കർക്കിടക രാശിയിൽ പോകുന്നുണ്ട്. ഡിസംബർ 5 തിരിച്ച് വീണ്ടും മിഥുൻ രാശിയിലേക്ക് വരുന്നത്. ഇതിങ്ങനെ വ്യാഴം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക നില വളരെ പ്രയാസങ്ങളായിട്ട് വരും. ആഗോള സാമ്പത്തിക പ്രയാസം നിങ്ങൾ വരുന്ന സാധ്യത വ്യാഴം അധികം രാശികളിൽ കടന്നു പോയാൽ. പക്ഷേ ഇടവക്കൂറുകാരെ സംബന്ധിച്ചോളം വളരെ നല്ല വർഷമാണ്. ഇവർ മഹാവിഷ്ണുവിന് പുഷ്പാഞ്ജലി പാൽപ്പായസം കഴിക്കാൻ വളരെ നല്ലതാണ്. ഏതായാലും ഡിസംബറിൽ അല്ലെങ്കിൽ ഇവർക്കൊരു ലോട്ടറി ഭാഗ്യം തന്നെ വരുവാനുള്ള സാധ്യതയുണ്ട്. അത്രയും നല്ല വർഷമാണ് ഈ ഇടവൻ രാശിക്കാർക്ക്. ഇനി നമ്മൾ അടുത്തത് മിഥുൻ രാശി. മകയിരത്തിലെ അരയും തിരുവാതിരയും പുണർത്തിൽ മുക്കാലും വരുന്ന മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം ലഗ്നത്തിൽ വ്യാഴവും 10 ശനിയും അത് വലിയ ഗുണം ചെയ്യുന്നതല്ല. എന്നാലും പെൺകുട്ടികളുടെ കല്യാണം നടക്കും. അതുപോലെ തന്നെ ഈ ജോലിയിൽ നിന്ന് ചില സ്ഥലമാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങളിന് കുറച്ച് കൂടും. കർമ്മസ്ഥാനത്ത് നിന്ന് ചില മാറ്റങ്ങൾ വരിക സാധ്യതയുണ്ട്. പൊതുവെ ഒക്ടോബർ 18 വ്യാഴം വീണ്ടും കർക്കിടക രാശിയിൽ പോകുന്ന സമയത്ത്
ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് 2ലേക്ക് വരുന്നത് ആ സമയത്ത്. അത് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും. അവർ കല്യാണം നടക്കും. ഇതുവരെ കല്യാണം കഴിക്കാത്ത ഇങ്ങനെ നിൽക്കുന്ന സമയം ആയിട്ട് പെണ്ണ് കിട്ടാത്തവർക്ക് പെണ്ണ് കിട്ടുവാനും അവൻ്റെ പെൺകുട്ടിയൊക്കെ കല്യാണം ആവാനും ഏറ്റവും നല്ല സമയമാണ്. ഇവർ ശിവന് ധാര, പിൻവിളക്ക്, കൂവളമാല ഇത് കഴിപ്പിക്കുക. അടുത്ത രാശി വരുന്നത് കർക്കിടകമാണ്. കർക്കിടകം എന്ന് പറഞ്ഞാൽ പുണർത്തുകാലും പൂയവും ആയില്യവും വരുന്ന 3 നക്ഷത്രങ്ങൾ. ഇവർക്ക് കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞെങ്കിൽ ഒക്ടോബർ 18 കർക്കിടകൻ രാശിയിൽ വരുന്ന കാലത്ത് ഏറ്റവും നല്ല സമയം. അതേ സ്ഥാനത്ത് ശനി 9 അത്ര ഗുണം പോരാ. എന്നാലും ഇവർ ശനീൻ്റെ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴം 12 നിൽക്കുന്നതും വലിയ ഗുണം പോരാ. എന്നാൽ ഈ സമയത്ത് ഈ ഒക്ടോബർ 18 അവൻ്റെ ഉള്ള സമയം നല്ല സമയമാണ്. ഇവർ മഹാവിഷ്ണുവിന് പാൽപ്പായസം, ഭഗവതിക്ക് പുഷ്പാഞ്ജലി, ശിവന് കൂവളമാല ഇതെല്ലാം കൊടുത്താൽ ഈ വർഷം രക്ഷപ്പെടാം. ഇനി അടുത്ത് ചിങ്ങൻ രാശിക്കാർ. ചിങ്ങം മകവും പൂരവും ഉത്രത്തുക്കാലും ഈ നക്ഷത്രക്കാർ, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സമയം കൊല്ലം വളരെ മോശപ്പെട്ടൊരു സമയം എന്ന് പറയുന്നത് ഇവരുള്ളതാണ്. വളരെ മോശപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അഷ്ടമത്തിൽ ശനിയാണ്. ശാരീരികമായിട്ടുള്ള പല പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ വരുവാനുള്ള കാലമായിരുന്നു. വ്യാഴം 11 നിൽക്കുന്നതുകൊണ്ട് വരുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരികയില്ല. എന്നാൽ ആരോഗ്യപരമായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലം. അപകടങ്ങളോ കാര്യങ്ങളോ വരുന്നതിന് ശിവന് മൃത്യുജ്ഞാഹോമം, അതുപോലെ തന്നെ ഭഗവതിക്ക് പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ കൂവളമാല, ശിവന് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കൊല്ലം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി അടുത്തത് വരുന്നത് കന്നിക്കൂറാണ്. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രയിൽ പകുതിയും വരുന്ന കന്നിക്കൂർ. കന്നിക്കൂറുകാർക്ക് ശനി 7 വരുന്നത്. ശനിയിൽ 7 വരുന്നത് അത്ര ഗുണം പോരാ. ശനി ഇവർക്ക് ഗുണകാരമല്ല. വ്യാഴം 10 കർമ്മസ്ഥാനത്ത് വ്യാഴം വരുന്നത്. കർമ്മത്തിൽ വ്യാഴം മർമ്മത്ത് ഗുരു. ഇവർക്ക് 11 രാഹു വരുന്നതുകൊണ്ട് വലിയ ഗുണം കിട്ടും. മറ്റ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം പോരാ. എന്നാലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസവും അതുപോലെ തന്നെ ഭഗവതിക്ക് പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുക. ഗണപതിക്ക് നാളികേരം കൊടുക്കുക. ഇതെല്ലാം കൊടുത്താൽ വലിയ ദോഷമില്ലാത്ത കാലഘട്ട ആയിട്ട് മാറും. അത് മാത്രമല്ല ഒക്ടോബർ 18 വ്യാഴം കർക്കിടകത്തിൽ വരുന്ന നേരത്ത് ഇവർക്ക് 11ാം ഭാവാധിപനായി ആണ് കർക്കിടകം. അതിൽ കുറച്ച് ഗുണം കിട്ടും. ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിലും ഭേദമായി കിട്ടും ആ സമയത്ത്. ഇപ്പോഴൊക്കെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രയാസപ്പെടുന്ന ആളാണ് കന്നിരാശിക്കാർ. അവർ കുറച്ചെങ്കിലും മെച്ചപ്പെടും എന്നുള്ളവർ ആശ്വസിക്കുക. അടുത്ത് തുലാക്കൂർ. ചിത്രയിൽ പകുതിയും ചോദ്യവും വിശാഖത്തിൽ മുക്കാലും വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇക്കൊല്ലം ഏറ്റവും നല്ല വർഷം. തുലാം ശനി 6 നിൽക്കുക, വ്യാഴം 9 നിൽക്കുക. ഇത് രണ്ടും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ബമ്പർ സമ്മാനം ലഭിക്കേണ്ട ഒരു വർഷമായിക്കൊള്ളു. അത്രയും നല്ല വർഷം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പം അടുത്ത കാലത്തൊന്നും കിട്ടിയില്ലതാണ്. ശത്രുക്കൾ ആരും തന്നെ ഉണ്ടാവില്ല. ശത്രുക്കൾ നശിച്ചു പോകുമെന്ന് പറയുന്നത്. 6 ശനി നിൽക്കുന്ന കാലത്ത് ഒരു ശത്രുവും ഉണ്ടാവില്ല. 9 വ്യാഴം വളരെയധികം ഗുണം ചെയ്യും. 9 ഭാഗ്യ പൂജ പുണ്യസ്ഥാനമല്ല, 9ാം സ്ഥാനം. അപ്പോൾ ഭാഗ്യത്തിൻ്റെ എൻ്റെ ലോട്ടറി മുതലായ കാര്യങ്ങളിലും വരേണ്ട പല വഴിക്കുന്ന പണം കയ്യിൽ വന്നു ചേരുന്നൊരു വർഷമായിരിക്കും. ഏറ്റവും നല്ല വർഷം എന്ന് പറയുന്നത് തുലാക്കൂറുകാർക്കാണ്. തുലാം ഇടവം ഈ കൂറുകാർക്ക് ഏറ്റവും. ഇനി നമ്മൾ വരുന്നത് വൃശ്ചികക്കൂറാണ്.
വൃശ്ചികക്കൂറ് എന്ന് പറഞ്ഞ കുറേ വിശാഖത്തും അനിഴവും തൃക്കേട്ടെ, വിശാഖത്തുക്കാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇതുവരെ അവർക്ക് ഈ ഒക്ടോബർ മാർച്ച് 29 വരെ ഇവർക്ക് സമയം വളരെ മോശമാണ്. കാരണം 4 ശനി, അർദ്ധാക്ഷമ ശനി എന്ന് പറയുന്നത് അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. 7 വ്യാഴം ഉണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുണം ഇവർക്ക് കിട്ടിയിട്ടില്ല. 7 വ്യാഴം ഉണ്ടായിരുന്നു, പക്ഷേ വ്യാഴത്തിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. വൃശ്ചികക്കാർക്ക് ഇക്കൊല്ലം ഈ വർഷം കുറച്ച് ഗുണം ചെയ്യും. കാരണം വ്യാഴം 7 നിൽക്കുന്നിടത്ത് കിട്ടാതെ കൊണ്ട് അതിൻ്റെ ഒരു ഗുണം 8 കിട്ടും. അതുമാത്രം ഒക്ടോബർ 18 വ്യാഴം കർക്കിടകൻ രാശിയിൽ പോകുന്നിട്ട് ആ ഒരു മാസം കാലത്തിൽ ഇവർക്ക് വളരെയധികം സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിക്കും. കാരണം വ്യാഴം 7 ഇവർക്ക് ഗുണം കിട്ടിയില്ല. അതുപോലെ തന്നെ അർദ്ധാശ്രമ ശനി എന്ന് പറഞ്ഞ 4 ശനി ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ 29 മാറും. വ്യാഴം മാറുന്ന അത്ര ഗുണമരല്ല. അഷ്ടമത്തിലാണ് വ്യാഴം വരുന്നത്. പക്ഷേങ്കിൽ ഒക്ടോബറിലെ ആ 9 വരുന്നിടത്ത് ആ വ്യാഴം 9 വരുന്ന സമയമുണ്ട്, ഒരു മാസക്കാലം. അത് വളരെയധികം ഗുണം ചെയ്യും. ഈശ്വരപ്രാർത്ഥന, ഭഗവതിക്ക് പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ ശങ്കരനാരായണന് പാൽപ്പായസം, ഇതുപോലൊക്കെ ചെയ്ത് ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈ വെണ്ണ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദുരിതങ്ങളിൽ നിന്നും കുറച്ചെങ്കിലും മോചനം കിട്ടും. പൊതുവെ ശാരീരികമായിട്ടൊരു നല്ലൊരു കൊല്ലം എന്ന് പറയാൻ. ഇനി വരുന്നത് നമുക്ക് ധനുക്കൂറാണ്. ധനു മൂലവും പൂരാടും ഉത്രാടത്ത് കാലും വരുന്ന നക്ഷത്രമാണ് ധനുക്കൂർ. ധനുക്കൂറുകാർക്ക് ഇപ്പോൾ 4 ശനി 7 വ്യാഴം. 4 ശനി ഇവർക്ക് അത്ര ഗുണം ചെയ്യില്ല. ഇപ്പം അല്ല, ഈ മാർച്ച് 29 മുതലുണ്ട്. നേരെ മറിച്ച് അതേസമയം വ്യാഴം 7 വരുന്നുണ്ട് ധനുക്കൂറുകൾക്ക്. അത് വളരെയധികം ഗുണം ചെയ്യും. അത് 7 വ്യാഴം വരുമ്പോൾ ഭാര്യ സംബന്ധമായിട്ടുള്ള ഭാര്യയുടെ വകയുള്ള സ്വത്ത് കിട്ടും. പിന്നെ എടുക്കുന്ന തൊഴിലെല്ലാം നല്ല ലാഭം ഉണ്ടാവും. പല പ്രകാരത്തിലുള്ള വരുമാനം വരും. പിന്നെ കച്ചവടത്തിലുള്ള ലാഭം ഉണ്ടാവും, കൃഷിയിൽ ലാഭം ഉണ്ടാവും. എല്ലാ കാര്യത്തിലും വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴത്തിൻ്റെ ഗുണം ഏറ്റവും അധികം ഉള്ളതുകൊണ്ട് മഹാവിഷ്ണുവിന് പാൽപ്പായസം കൊടുക്കുക. അതുപോലെ തന്നെ ശനിദേവൻ, അത് ശാസ്താവിന് ഒരു നീരാഞ്ജനം മുതലായ കഴിപ്പിച്ചാൽ ശനീൻ്റെ നിന്ന് മാറിക്കിട്ടും. ധനുക്കൂറുകാർക്ക് വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗുണം നല്ലോണം ഉണ്ട്. ശനീൻ്റെത് അത്ര ഗുണം അല്ല. അപ്പോൾ ഇനി മകരക്കൂറുകാർ ഉത്രാടും മുക്കാലും ഉത്രാടും തിരുവോണവും അവിട്ടത്തിൽ അരയും. ഇതാ മകരക്കൂറ്. മകരക്കൂറുകാർക്ക് വേറൊരുണ്ട്, ഏരശനി കഴിഞ്ഞവർ. 29 ഉണ്ട് ഏരശനി. ഇപ്പം ഏരശനിയാണ്, ഏരശനിൻ്റെ അവസാനമാണ്. ഈ മാർച്ച് 29 ശനി മാറുന്നതോടുകൂടി ഇവരെ ഏരശനി കഴിഞ്ഞ് വ്യാഴം ഇപ്പോൾ 5ലാണ്, പിന്നെ 6 വ്യാഴത്തിൻ്റെ ഗുണം പോരാ. പക്ഷേ ഏരശനി കഴിഞ്ഞിട്ടുള്ളൊരു ഈ പ്രഭാതം എന്ന് പറയും, ഇരുട്ടുന്നൊരു പ്രഭാതത്തിലേക്ക് വരുമ്പോഴേക്കും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നതാണ്. ഇത് ഏറെക്കൊല്ലം ഇവർ വലിയ കഷ്ടപ്പെട്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടി. അതുപോലെ തന്നെ രോഗത്തിൻ്റെ ഇപ്പോഴും രോഗത്തിൽ തന്നെ ആയിരിക്കുന്ന കുറേ ആളുകൾ, പല ആൾക്കും രോഗങ്ങളും കാര്യങ്ങളും, ബിസിനസ്സിന് നഷ്ടവും, ഇതൊക്കെ ഏരശനീൻ്റെ കാലഘട്ടത്തിൽ വന്ന് ചില ആൾക്ക് വീടും പറമ്പും വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതൊക്കെ മോശമില്ലാത്തൊരു വർഷമാണ് ഈ വരുന്നത്. ഏരശനി കഴിഞ്ഞിട്ട് എന്തായാലും ശനി നേരത്തെ ഇവർക്കൊരു ലോട്ടറി ഭാഗ്യമോ അങ്ങനത്തെ ഒക്കെ ചിലത് കിട്ടുവാൻ സാധ്യതയുണ്ട്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായൊരു കൊല്ലം എന്ന് പറയുക. ഇനി കുംഭൻ രാശിക്കാർ വെച്ചാൽ അവിട്ടത്തിൽ അരയും ചതിയും പൂരോട്ടതി മുക്കാലും. ഇവരെ സംബന്ധിച്ചോളം ജന്മശനിയായിരുന്നു. ഇപ്പോൾ ജന്മശനി മാറുന്നു. ജന്മശനി ഈ മാർച്ച് 29 മാറുന്നതോട് കൂടിയിട്ട്, അതുപോലെ തന്നെ വ്യാഴം മെയ് 13 വ്യാഴം
5-ന് വരുന്നത്. അത് മിഥുന രാശിയിൽ 5-ന് വേഗം വളരെയധികം ഗുണം ചെയ്യും. ഇവർക്ക് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറി, ഇതുവരെയുള്ള സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം എല്ലാം തന്നെ മാറി പുതിയൊരു ബിസിനസ് തുടങ്ങുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം മാറി കുടുംബത്തിൽ നല്ലൊരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ വരും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും. ലോട്ടറി ഭാഗ്യം തന്നെ വരുവാൻ സാധ്യതയുണ്ട്. ഇവർ ഈ നക്ഷത്രക്കാർ ശിവന് കൂവളമാല, പിൻവിളക്ക്, ധാര ഇത് നടക്കുക. മഹാവിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക. ഈ കൊല്ലം വളരെ നല്ല കൊല്ലമാണ് ഈ വർഷം എന്ന് പറയുന്നത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചോളം ഒരു ദുരിതങ്ങൾ തീർന്ന് എന്ന് തന്നെ പറയാം. ഐശ്വര്യം ഇതുവരെയുള്ളവർക്ക് കഷ്ടപ്പാടുകളെല്ലാം തീർന്ന് നല്ലൊരു രീതിയിലേക്ക് ഇവരുടെ ജീവിതം മാറി മറിയും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളിലും വിവാഹങ്ങൾ നടക്കേണ്ട വിവാഹം നടക്കും. വീടുണ്ടാക്കുന്നവർക്ക് വീടുണ്ടാക്കുവാനുള്ള സാധിക്കും ഈ വർഷം സാധിക്കും. വളരെ നല്ല. ഒക്ടോബർ 18-ന് വ്യാഴം പിന്നെ 6-ൽ മാറുന്നു. ഇവർക്ക് നല്ല തന്നെയാണ്. വ്യാഴം വിശ്വസനായിട്ട് വരുന്നത്. ഇവർക്ക് 6-ൽ വ്യാഴം മറിഞ്ഞിട്ടാണെങ്കിലും വിശ്വസനായതുകൊണ്ട് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചോളം ഈ 5 കൊല്ലം അവരുള്ള കഷ്ടപ്പാട്. ഇപ്പോൾ ഏരശനി മാറിയിട്ടൊന്നുമില്ല. ഏരശനി ഇപ്പോൾ 2.5 കൊല്ലം കൂടി ഉണ്ട്. പക്ഷേ ജന്മശനി മാറിയതുകൊണ്ട് വ്യാഴം 5-ൽ വരുന്നതുകൊണ്ടും വളരെയധികം ഗുണം ചെയ്യും. അത് ദൈവാധീനം നല്ലോണമുണ്ട്. പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇനി വരുന്നത് മീനൻ രാശി. മീനൻ രാശി പൂരോരുട്ടാതിക്കാലും ഉത്തരട്ടാതിയും രേവതിയും വരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലഗ്നത്തിൽ ശനിയായിരുന്നു. ഇവർക്ക് സമയം വളരെ ഒരു മോശമുള്ള കാലഘട്ടമായിരുന്നു. ലഗ്നത്തിൽ ശനി ജന്മശനിയാണ്. അത് 29 മുതലേ ഈ മാർച്ച് 29 ജന്മശനി തുടങ്ങുന്നു. വ്യാഴം 3-ലേക്ക് പോകുന്നു. 3-4-ലേക്ക് 3-ലും 4-ലും നിൽക്കുന്നത്. ഇപ്പം 3-ലേക്ക് 4-ലേക്ക് വരുന്നു. അതുകൊണ്ട് വലിയ ഗുണമൊന്നും പോരാ അവർക്ക്. പക്ഷേ ഒക്ടോബർ 18-ന് വ്യാഴം കർക്കിടക രാശിയിൽ പോകുന്ന സമയത്ത് ഒരു മാസക്കാലം ഇവർക്ക് നല്ല സമയമാണ്. 5-ൽ വരുന്നത് വളരെയധികം ഗുണം ചെയ്യും. പൊതുവേ ഏറെ ശനീൻ്റെ മധ്യത്തിലായതുകൊണ്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ഒരു വർഷമാണിത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആളുകളുടെ വാക്ക് പറയുക, അതുപോലെ തന്നെ കേസ് കാര്യങ്ങളിലൊന്നും പെടാണ്ടിരിക്കുക. പിന്നെ ജോലിയിൽ വളരെ ശ്രദ്ധിക്കണം. അപകടം വരാതെ സൂക്ഷിക്കണം. വാഹനം ഉപയോഗിക്കുന്നതിന് വാഹനം വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അതുപോലെ മക്കളുമായിട്ടുള്ള കലഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കുടുംബങ്ങളിലും നല്ല ഇതായിട്ട് വേണം. ഇവർ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക. അതുപോലെ തന്നെ ശിവന് കൂവളമാല, മുത്തിജ്ഞാന പുഷ്പാഞ്ജലി. അതുപോലെ തന്നെ മുത്തിജ്ഞാനം കഴിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ശാരീരികമായിട്ട് വളരെയധികം പ്രയാസമുള്ളൊരു വർഷമാണ് ഈ 2025. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ പ്രയാസം ഈ 2.5 കൊല്ലം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എപ്പോഴും ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കെല്ലാം ദൈവികമായ ഈ ദർശനങ്ങളിലും ദൈവികമായി തന്നെ പ്രാർത്ഥിക്കുക. ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ. ഇനി ഇവരൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വ്യാഴത്തിന് അങ്ങോട്ട് വരുന്നത് നോക്കുക. ഈ പൊതുവെയുള്ള ഫലങ്ങൾ വ്യാഴവും ശനിയൊക്കെ മാറുന്നതുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ 154 കൊല്ലം പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. കേരളത്തിൽ തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തമാണ്. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ അയൽരാജ്യങ്ങളുടെ പട്ടാള ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വയും കേതു ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് പട്ടാള ഭരണങ്ങൾ വരുവാൻ സാധ്യത ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലുണ്ട്. പക്ഷേ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും മികച്ച രാജ്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ലോക നേതാവായിട്ട് മാറുന്നൊരു കാലഘട്ടമാണിത്. പല യുദ്ധങ്ങളും ചെയ്യാൻ തീർക്കുവാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാത്രമേ, നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു സ്ഥിതി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുണ്ട്. പല യുദ്ധങ്ങളും പിന്നെ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം അയാളുടെ ശ്രമഫലമായിട്ട് ഇല്ലാണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ജെറൂസലേമിന് വേണ്ടിയിട്ട്
ഇസ്ലാം തീവ്രവാദികളും ഇസ്രായേലികളും കടുത്ത പോരാട്ടം നടത്തേണ്ടി വരും. കടുത്ത പോരാട്ടം നടക്കും. കുറച്ച് ഒക്കെ ആൾനാശം ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചോളം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെറിയ പ്രശ്നമല്ലാണ്ട് മറ്റ് പൊതുവെ ശാന്ത. തെക്കേ ഇന്ത്യ വളരെ ശാന്തമാണ്. കാലാവസ്ഥ കർക്കിടം 4 മുതൽ കർക്കിടം 14 വരെ കേരളത്തിൽ നല്ല കാലവർഷമായിരിക്കും. ആദ്യ മെയ് 23 തന്നെ കാലവർഷം കേരളത്തിൽ പിടിക്കുമെങ്കിലും ശക്തി പ്രാപിക്കേണ്ടെങ്കിൽ അത് ഈ ജൂൺ 6 തൊട്ട് ശക്തി പ്രാപിക്കും. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മെയ് 19 മുതൽ ജൂൺ 6 വരെ ഈ കാളസർപ്പയോഗം ആണ് ഇത് കാണിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് രാഹുവിൻ്റെ ഗതികളിലാണ്. അതുകൊണ്ട് കണ്ടെയ്ൻമെൻറ്റ് സ്റ്റോർ, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളോ മറ്റോ വന്നിട്ട് ചിലത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കേണ്ടി വരും ചില സ്ഥലത്ത്. കാരണം ഇതുപോലെയാണ് 2020-ലും 2021-ലും ഒക്കെ വന്നത്. നമ്മുടെ കൊറോണ സമയത്ത് ഇതുപോലെ രാഹു കേതുക്കളുടെ ഇടക്കായി പോയിട്ടുണ്ട് എല്ലാ ഗ്രഹങ്ങളും. അന്ന് കാളസർപ്പയോഗം ഉണ്ടായിരുന്നു. അത് ഇക്കുറി ഇപ്പോൾ കുറച്ച് ദിവസമാണല്ലോ, മെയ് 19 മുതൽ ജൂൺ 6 വരെയാണ്, കുറച്ച് സമയമാണല്ലോ. അതുകൊണ്ട് അത്ര പ്രയാസങ്ങളില്ല. പെട്ടെന്ന് തന്നെ ചൊവ്വ അതിനെ മറികടക്കുന്നുണ്ട്. ചൊവ്വ മറികടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരില്ല. ചൊവ്വ നമ്മൾ രക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഭൂചലനം, ചൈന, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ജപ്പാൻ മുതലായ സ്ഥലങ്ങളിൽ ഭൂമി കുലുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂചലനം ചൈനയിലാണ് ഏറ്റവും നാശനഷ്ടങ്ങൾ കാണിക്കുന്നത്. ഈ ഗ്രഹപ്രകാരം ഈ ഗ്രഹം മാറ്റം കൊണ്ട് വരുന്നത് ചൈനക്കാണ് കൂടുതൽ വരുന്നത്. കേരളത്തിൽ വലിയ ദോഷങ്ങളൊന്നുമില്ല. നല്ല മഴ കിട്ടും. ആദ്യകാലത്ത് ഇടിമഞ്ഞലോട് കൂടി കുറേ ഇടി കൊണ്ടുള്ള കുറച്ച് ഇല്ലാണ്ട് വെള്ളപ്പൊക്കവും കാര്യമൊന്നും ഈ വർഷം ഇല്ല. നല്ല മഴ കിട്ടും. അത് കാരണം കർക്കിടം 4 മുതൽ 14 വരെ ആദ്യം കാലവർഷം എത്തുമെങ്കിലും ദുർബലമായിരിക്കും. ജൂൺ 6 കൊണ്ട് ശക്തിപ്പെടും. അതുപോലെ ചെറിയ ഭൂചലനങ്ങളൊക്കെ കേരളത്തിൽ സംഭവിക്കും. ഇടുക്കിയിൽ, അത് തമിഴ്നാട്ടിലാണ് ഭൂചലനം ഉണ്ടാകുന്നത്. അത് ചിങ്ങമാസത്തിലാണ് വരുന്നത്. അത് ഒക്ടോബർ 20 മുതൽ 30 വരെ ആ കാലഘട്ടത്തിലാണ്. ചൊവ്വയും കേതുവും കൂടി ഒന്നിച്ചേക്കുന്ന സമയമായതുകൊണ്ട് ഈ ചില മണ്ണിടിച്ചിലും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ചെറിയ അതിലൊരു ഭൂചലനം മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് മുല്ലപ്പെരിയാറ് പൊട്ടുമെന്നുള്ള വിശ്വാസം ആർക്കും വേണ്ട. മുല്ലപ്പെരിയാർ ഒരിക്കലും പൊട്ടുപോകുന്നില്ല. അത് സുരക്ഷിതമായ ഒരു അണക്കെട്ടാണത്. ഇനിയൊരു 50 വർഷം കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ പൊട്ടൂല. മുല്ലപ്പെരിയാറിൻ്റെ ടെക്നോളജി ആ എഞ്ചിനീയർക്ക് മാത്രം അതിലിട്ടും ഇന്ത്യയിൽ ഒരു എഞ്ചിനീയർമാർക്കും ആ ടെക്നോളജിയെ പറ്റി ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടും. മുല്ലപ്പെരിയാർ ആളുകളെ ഭീതിപ്പെടുത്തുന്നത്. ആളുകൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, മുല്ലപ്പെരിയാർ പൊട്ടൂല. അതിൻ്റെ ടെക്നോളജി അയാൾ ആർക്കും തന്നെ പറഞ്ഞു വിട്ടിട്ടില്ല, ആ എഞ്ചിനീയർ. അതുപോലെ വേറൊരു അണക്കെട്ട് മുല്ലപ്പെരിയാറിന് കെട്ടുവാൻ സാധ്യമല്ല. മുല്ലപ്പെരിയാർ വേറെ അണക്കെട്ട് കെട്ടുവാനുള്ള സാധ്യതയുള്ള കാര്യമല്ല. അത് ദുർബല പ്രദേശമാണ്. അതുകൊണ്ട് ആ മുല്ലപ്പെരിയാറിന് വേണ്ടതെന്ന് വെച്ചാൽ 138 അടിയിൽ ഒരിക്കലും അധികമാവാൻ പാടില്ല. എന്നാൽ ഏത് കാലവും അത് നിൽക്കും. അത് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ സിമെൻറ്റില്ല അതിൻ്റെ ചേർത്തത്. അത് പ്രത്യേക ഒരു ടെക്നോളജിയെ ചേർത്തിട്ട് ഉണ്ടായത്. എല്ലാം കൊണ്ടും ഒരു സുരക്ഷിതമായിട്ടുള്ള നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാലത്തും അങ്ങനെ പോവില്ല. ഈ 138 അടിയിൽ വെള്ളം ശേഖരിക്കുന്നതിൻ്റെ അധികാരം 138 അടിയിൽ നിലനിർത്തിയാൽ മുല്ലപ്പെരിയാറെ കൊണ്ട് ഒന്നും ആളുകൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് പൊട്ടില്ല. കാരണം ഇക്കൊല്ലം പൊതുവേ ഒരു നല്ലൊരു സമയമാണ്. ഒക്ടോബർ 18 മുതൽ കേരളത്തിലുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ കേരളീയർക്കും പണം ധാരാളം ഒഴുകും കേരളത്തിലേക്ക്. എങ്ങനെ വരും എന്നുള്ളതല്ല, ഒക്ടോബർ 18 മുതൽ നല്ലൊരു കാലഘട്ടമാണ്. ഒരു മാസക്കാലം കേരളത്തിലെ പണത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. വീഡിയോ അതിലേക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇനി വേറെ ഒരു കാര്യങ്ങളും ആരും പ്രയാസപ്പെടുകയൊന്നും വേണ്ട. എല്ലാവരും പ്രാർത്ഥിക്കുക. വലിയ ദോഷമൊന്നും കേരളത്തിലും തെക്കേ ഇന്ത്യക്കും ഇല്ല. കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ചില കലാപങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതെല്ലാം ഇന്ത്യ സോൾവ് ചെയ്തോളും. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ കാര്യത്തിലും അദ്ദേഹം ലോകത്തിന് തന്നെ ഒരു നേതാവായിട്ട് വരുന്നൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമസ്കാരം.